ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 പൊട്ടറ്റോ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒന്നെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ചിക്കൻ പീസും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും അതുപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഒക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്തരം പൊടികളാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് ഒരു 1.5 ടീസ്പൂൺ വരെ ആക്കാം. അതുപോലെ പച്ചമുളകിൻ്റെ അളവാണേലും ഒരു 4-5 എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ഞാൻ ചിക്കനും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഒന്ന് തണുത്ത് വന്നോട്ടെ. അപ്പോൾ ഇത് തണുത്ത് വന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ മിശ്രിതത്തിൽ നിന്ന് ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഒരേ വലിപ്പമുള്ള ബോളുകളാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്നെങ്കിൽ റൗണ്ട് ഷേപ്പിലെടുക്കുക അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലെടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പം ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ടയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മുക്കിയെടുക്കുക. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് നമുക്ക് പുറത്തുനിന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ നമുക്കപ്പം ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ബാക്കിയുള്ള കട്ട്ലറ്റൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട്ലറ്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലും വെക്കരുത്, അതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോകും. അതുപോലെ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കും, പിന്നെ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ.
ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അടുത്ത വശമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശങ്ങൾ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാ വശവും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ കട്ട്ലറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.